നമ്മളെ കുട്ടികള് നബിദിനത്തിന്റെ സ്റ്റേജിൽ കയറിയിട്ട് നമ്മുടെ നബിയവർ ആരാണ് ഇത് പാടിയ വിദേഹത്ത് അപ്പൊ ചോദിക്കും മുത്തുനബിയോ സഹാബത്തോ അങ്ങനെ പാടിയിട്ടുണ്ടോ? ഇവിടെ നോക്കൂ നിങ്ങൾ, അവർ സമ്മേളനത്തിൽ നടന്ന ഒരു നാടകത്തിന്റെ ചെറിയൊരു ഭാഗം കാണിക്കാം. മീശ വളർത്തും മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളതും ചെയ്യും. ഇത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളതും ചെയ്യും. മൈ ബോഡി മൈ ചോയ്സ്. അല്ല ഈ ചെക്കനെന്താ ഈ ദിക്റ് ചൊല്ലുമാരി ചൊല്ലി വരുന്നേ? ഇത് ദിക്റ് ചൊല്ലണ മാതിരി നാടകമല്ല, എത്ര കണ്ടാ മതി, ഉള്ള കണ്ട നിങ്ങൾ ആലോചിച്ചു. ഇതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ നബിദിന റാലി നടത്തിയ പ്രശ്നം ഷിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ്. എന്നാലോ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് റാലി നടത്തിയില്ലേ, വലിയ പാട്ടും വെച്ചിട്ട് റാലി നടത്തി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വർത്തമാനം പറയണം, ഭാവിയെ കുറിച്ചു നാം വർത്തമാനം പറയണം. എന്നുണ്ട് നമ്മൾ യാ നബി സലാം അലൈക്കും, ഇവര് ഭാവിയെ കുറിച്ച് വർത്തമാനം പറയണം. ഈ പാട്ട് പാടി ഒരു കുഴപ്പമില്ല. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നതാ. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്ത് ചെയ്താലും ഷിർക്ക്. മരിച്ചുപോയ നമ്മളെ പൂർവികരായ ആളുകൾക്ക് വല്ലതും ചെയ്താലോ അതും വിദേഹത്ത്, ഷിർക്ക്, കുഫർ. എന്നാ ഇവിടെയോ, ഇവിടെ പ്രസംഗിച്ചൊരു മൗലവി ആ വിഷയം പറഞ്ഞു, മരണപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്താലും കിട്ടൂല, ഒരു കാര്യമില്ല, ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. എന്നിട്ടോ അതേ വേദിയിൽ തന്നെ ഒരാൾ പ്രസംഗിക്കുകയാണ്, ഈ സമ്മേളനത്തിന്റെ വെളിച്ചവും വറക്കത്തൊക്കെ കിട്ടുന്നത് അതിലേക്ക് ആ വക്ക മൗലവിയിലേക്ക് എത്തട്ടെ എന്ന്. ഇക്കാലം വരെ എന്താ പറഞ്ഞത്? മരിച്ചവർക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടുന്ന് പ്രസംഗിച്ചത് ഞാൻ എല്ലാം കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മരിച്ചവർക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് ഇവിടുന്ന് പ്രസംഗിച്ചു. അതേ ആളുകൾ തന്നെ പറയുന്നു, ഈ വലിയ സമ്മേളനത്തിന്റെ വെളിച്ചമൊക്കെ വക്കമുള്ള ഖബറിലേക്ക് അല്ലട്ടെ. ഈ വെളിച്ചം നഗരിയിലേക്ക് ഫെബ്രുവരി 4 മുതൽ ഒഴുകിയെത്തിയ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ കൊളുത്തിവെച്ച വെളിച്ചത്തിന്റെ പ്രതിഫലം അങ്ങ് വക്കം മൗലവിയുടെ ഖബറിടത്തിലേക്ക് എത്തുമെന്നുള്ളത് ഇതാണ് ചരിത്രം. എന്താ ചരിത്രം? ഈ സമ്മേളനത്തിന്റെ ഇത്ര ദിവസം നടന്ന സമ്മേളനത്തിന്റെ വെളിച്ചം വക്കം മൗലവിയുടെ ഖബറിലേക്ക് എത്തും. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതിയാൽ ലായിസിലും അതെത്തൂല. മുജാഹിദ് സമ്മേളനത്തിന്റെ വെളിച്ചോ അത് സുഖമായിട്ട് വക്കം മൗലവിയുടെ ഖബറിലേക്ക് എത്തും. അപ്പൊ ഇവരുതാണെങ്കിൽ കുഴപ്പമില്ല.